നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, ഇന്ന് മന്നം ജയന്തിയാണ്. എല്ലാവരും ഇന്ന് അവിടെ ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. അതിന് പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. എല്ലാവരും പുള്ളി അങ്ങനെ ആരും ക്ഷണിക്കുന്നത് വളരെ കുറച്ച് പേരെ. അനുസ്മരണ പ്രഭാഷണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ബാക്കി എല്ലാവരും അവിടെ പക്ഷേ എത്തും. ഇന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ നമ്മൾ ടി വി കാണുന്നുണ്ട്. പുള്ളി അധിക്ഷേപിച്ച് ഇറക്കി വിട്ടൊന്നുമില്ലല്ലോ. പുള്ളി അങ്ങനെ പണ്ട് സുരേഷ് ഗോപി ഇറക്കി വിട്ടതാണ്. അതെ. BJP അത്ര നല്ലൊരു ഉഭയകക്ഷി ബന്ധത്തിലായിരുന്നില്ല അന്ന് അദ്ദേഹം. ഒരു രാജീവ് ചന്ദ്രശേഖർ പോയി അദ്ദേഹം അതൊന്ന് ശരിയാക്കാനൊക്കെ വേണ്ടിയായിരിക്കും അദ്ദേഹം കൂടെ. ഇവരെല്ലാം നായന്മാരാന്ന് തോന്നുന്നല്ലേ? രാജീവ് ചന്ദ്രശേഖരനെ, രാജേഷും ആയിരിക്കും. അതെ. എന്തായാലും അവിടെ പോയി മുഖം കാണി. കടന്നപ്പള്ളി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ രാവിലെ. അങ്ങനെ എല്ലാവരും അവിടെ എത്തി. ഈ നായർ ഈഴവ ഒരു സംഘർഷം തിരുവനന്തപുരത്ത് ഇപ്പോഴും മാനസികമായിട്ട് തന്നെ ഇല്ല. അതുണ്ടെന്നുള്ള സത്യമാണ് കേട്ടോ. സർക്കാർ ഓഫീസുള്ളത് വളരെ വ്യാപകമാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അനിയത്തിയൊക്കെ സർക്കാർ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ സർക്കാരിൻ്റെ ജോലി ഉണ്ടായിരുന്നവരായിരുന്നുകൊണ്ട് ഇത് പലപ്പോഴും അവിടെ ചർച്ചാ വിഷയം ആറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്കങ്ങനെ ജാതി പ്രശ്നം ഉള്ളതായിരുന്നല്ല. പക്ഷേ ഇവർ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ വ്യാപകമായിരുന്നു. തിരുവനന്തപുരത്ത് നായർ ലോബിയുടെ കൺട്രോളിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പവർഫുൾ സെന്ററും തിരുവനന്തപുരം തന്നെയല്ലേ? ജനസംഖ്യ കൊല്ലത്താണെങ്കിലും തീർച്ചയായും അല്ലേ? കേരളകൗമുദി തിരുവനന്തപുരത്താണ്. അവർ കൊല്ലത്തുകാരാണെങ്കിൽ പോലും തിരുവനന്തപുരത്താണല്ലോ. അവരെ ബേസ് എന്ന കൊല്ലത്താണ്. മാത്രമല്ല ഡോക്ടർ പാൽപ്പോ തിരുവനന്തപുരത്തുകാരനാണ്. ഗുരുദേവൻ തന്നെ തിരുവനന്തപുരത്തുകാരനാണ്. ബേസിക്കലി തിരുവനന്തപുരം. അങ്ങനെ നോക്കുമ്പോൾ ലിസ്റ്റ് എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരുപാട് പേര് ഉണ്ട് ഇവിടെ. ആർ ശങ്കർ കൊല്ലത്തുകാരാണെങ്കിൽ തിരുവനന്തപുരം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു. സി കേശവനും കൊല്ലമായിരുന്നെങ്കിൽ തിരുവനന്തപുരം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു. വളരെ പ്രഗത്ഭരായ ഒരുപാട് പേരുണ്ടായിരുന്നു ഈ സമുദായത്തെ നയിക്കാൻ വേണ്ടി. ഈ മന്നത്ത് പത്മനാഭൻ എനിക്കൊന്ന് പത്രാധിപർ സുകുമാരനെതിരെ അന്ന് എന്തൊക്കെയോ ബഹളം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ശങ്കറുമായി ബന്ധപ്പെട്ടൊക്കെ വിഷയങ്ങളായിരിക്കും. ആർ ശങ്കർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പിന്നീട് മോശമാവുകയും മന്ത്രിസഭ താഴെ പോകുന്നതിനും പ്രധാന കാരണക്കാരനായിരുന്നല്ലോ മന്നം. ആർ ശങ്കറിന്റെ മന്ത്രിസഭ അങ്ങനെയൊക്കെ ശങ്കറിന്റെ മന്ത്രിസഭ പോകാനും മന്നത്തിനുണ്ട്. തീർച്ചയായും അത് KM ജോർജ്, ആർ ബാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ വലിയ സംഘം MLA മാരങ്ങ് മാറിയല്ലോ. കേരള കോൺഗ്രസ് രൂപീകരിച്ചതിലൊക്കെ പ്രധാന പങ്ക് വഹിച്ചാൽ അദ്ദേഹം. പക്ഷെ അദ്ദേഹം പാർട്ടി ചേർന്നില്ല. അത് ആ ഒരു മര്യാദ അദ്ദേഹം എപ്പോഴും കാണിച്ചിരുന്നു. അതെനിക്ക് തോന്നുന്നു ഈ ഈഴവ കമ്മ്യൂണിറ്റിയുള്ള ഒരു വെറുപ്പായിരിക്കാം. ആദ്യം പണ്ട് ഇവർ രണ്ടുകൂടെ ഒരുമിച്ച് നിന്നു. വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിനും വൈക്കം സത്യാഗ്രഹത്തിനും നേതൃത്വം കൊടുത്ത ആളാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് വൈക്കം സത്യാഗ്രഹ നടത്തിയപ്പോൾ അദ്ദേഹം ശിവഗിരി പോയി. അവിടെ അദ്ദേഹം ഗുരുദേവനെ കണ്ട് അദ്ദേഹം എല്ലാ അനുഗ്രഹം കൊടുത്തു ഇവരുടെ ഈ മാർച്ചിനൊക്കെ. കാലനട ജാഥയാണ് തിരുവനന്തപുരത്തേക്ക്. ഗുരുദേവന്റെ കാലത്താണ്. ഗുരുദേവന്റെ എനിക്ക് തോന്നുന്നത് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന് SNDയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. അത്ര ആ രീതി അങ്ങനെ എല്ലാ ജാതിക്കാരും ആ തുടക്കത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് അതുകൊണ്ട് മന്നത്ത് പത്മനാഭനുണ്ടാവും, അറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് ഗുരുദേവനായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. അന്നത്തെ നേതാക്കന്മാർ വളരെ വിചിത്രമായ സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം വലിയ വിപ്ലവകാരിയായിരുന്നു മന്നത്ത്. അതെ. അദ്ദേഹത്തിന്റെ അച്ഛനൊരു നമ്പൂതിരിയാണ്. അന്നത്തെ കാലത്തെ ഒരു രീതിയാണ്. അതെ. ഒരുപക്ഷെ അദ്ദേഹം ഈ ഒരു സാമൂഹിക പരിഷ്കാരം അച്ഛനെ തൊട്ടുവെക്കാൻ കഴിയാത്ത മക്കളെ കുറിച്ചൊക്കെ അദ്ദേഹം അതെ. ഒരുപക്ഷെ നായർ എന്ന് പറയുന്ന സമുദായത്തിന്റെ ഒരു അസ്തിത്വം വീണ്ടെടുക്കുകയും ഈ മരുമക്കത്തായ ഈ തറവാട് സ്ത്രീ ആ ഒരു അധികാരത്തിൽ തിരിച്ചു പുരുഷന്മാരെ കൊണ്ടുവരികയൊക്കെ ചെയ്ത് ഇദ്ദേഹം തന്നെയാണ് തോന്നുന്നത്. സംശയമുണ്ട് അക്കാര്യത്തിലെന്ന്. മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രഭാവനായ ആൾ തന്നെയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്ന് ഇത്രയും ഒരു വലിയ കാര്യം, ഇത്രയും സ്ഥാപനങ്ങളെ ഉണ്ടാക്കിയില്ല അദ്ദേഹം. സ്ഥാപനമല്ല, ആ സമുദായം ഉണ്ടാക്കി. സത്യത്തിൽ ചേരന്മാരുടെ പിൻഗാമികളാണെന്നാണ് പറയപ്പെടുന്നത് നായന്മാർ. ഇപ്പോഴും കേരളത്തിലെ ഡോമിനന്റ് കമ്മ്യൂണിറ്റി നായന്മാരാണ്. തീർച്ചയായും അത് വിദ്യാഭ്യാസത്തിലോ ഉദ്യോഗ പദവിയിലോ അല്ല. ജനസംഖ്യയിൽ ഈഴവരാണെങ്കിലും കേരളത്തിൽ എനിക്കൊന്ന് 12-13%, 15%-ഓളം ജനസംഖ്യ ഉണ്ട്. പക്ഷെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അവരാണ്, അല്ലേ? അധികാര കേന്ദ്രങ്ങളിലും എല്ലായിടത്തും BJPയുടെ ഒക്കെ നേതാക്കളെ വെച്ച് നോക്കിയാൽ മിക്കവരും തന്നെ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ജാതി സമവാക്യമാണ്. വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് 2 നായന്മാർ, ശശി തരൂറും വേണുഗോപാലും. അങ്ങനെ വന്നപ്പം വർക്കിംഗ് കമ്മിറ്റി ഇറക്കേണ്ട 3ാമത്തെ നായരായ രമേശ് ചെന്നിത്തലയെ പ്രത്യേക ക്ഷണിതാവാക്കി. സുധാകരനെ പ്രതിനിധിയാക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സുധാകരൻ പ്രത്യേക ക്ഷണിതാവാണല്ലോ അദ്ദേഹം. ക്ഷണിതാവാണ് ഈ മറ്റേ ചെന്നിത്തലയെ പോലെ തന്നെ. അതൊരു വല്ലാത്തൊരു കാരണം. അങ്ങനെ ഈഴവ സമുദായത്തിൽ എനിക്ക് തോന്നുന്നത് പിന്നെ ആർ ശങ്കറിന് ശേഷം കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ആണല്ലേ? ആർ ശങ്കറിന് ശേഷം ഉണ്ടായിട്ടില്ല. സി കേശവനും തിരുക്കൊച്ചി ആയിരുന്നപ്പോഴാണ്. കേരളം രൂപീകരിച്ചതിന് ശേഷം ആർ ശങ്കറാണ് അവസാനത്തെ. ഇതിന്റെ ഒരു കാര്യം, എത്ര ഈഴവർ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നുണ്ട്? അതൊരു പ്രസക്തമായ അടുത്ത ചോദ്യം. എത്ര ഈ മുസ്ലിം ഇത് പറയുമ്പോഴും ഈ മുസ്ലിം സീറ്റുകൾ കുറവാന്ന് പറയാറുണ്ട് കോൺഗ്രസ്. പക്ഷേ UDFന്റെ ഭാഗമായിരിക്കുന്ന ലീഗിന്റെ മുഴുവൻ പേരും മുസ്ലിംസ് ആണോ? എത്ര പേര്? ഒരുപാട് പേര്. മലപ്പുറം ജില്ല കോഴിക്കോടിന്റെ ഒരു ഭാഗം കൂടെ അവർ തൂത്തുവരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ കോൺഗ്രസിന് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇത് തന്നെയാണ്. എത്ര ഈഴവർ
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. അതെ അതെ, പരമ്പരാഗതമായി തന്നെ ഈഴവ സമുദായം കൂടുതൽ ഇടതുപക്ഷത്തോട്ടത്തിൽ CPM-നോടൊപ്പം ചേർന്ന് കൊടുക്കുന്ന സീറ്റ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ശബരി പോയപ്പം സച്ചാനന്ദ സ്വാമികളോട് സംസാരിക്കായിരുന്നു. അദ്ദേഹം ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞു, ഈ സീറ്റൊക്കെ ഇഷ്ടം പോലെ UDF കൊടുക്കുന്നു, പക്ഷെ ജയിക്കണ്ടേ, ജയിച്ചാലല്ലേ. ഇപ്പൊ ബാബു മാത്രമേ ഉള്ളൂ, ജയിക്കണ്ടേ, സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ലോ, സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ല, ഇവർ ജയിക്കണ്ടേ. അതിനുവേണ്ടി ഇപ്പം ലിജുവിനൊക്കെ പോലെ മിടുക്കന്മാരെ എത്രയോ പേരുണ്ട്. അല്ല, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈഴവ സമുദായത്തിൽ നിന്ന് ഗവർണർമാരാക്കിയ എണ്ണം പോലും വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ KK വിശ്വനാഥനെ ഗുജറാത്ത് ഗവർണറാക്കിയിരുന്നു. അദ്ദേഹം KPC പ്രസിഡന്റായിരുന്നു. അദ്ദേഹം മാറിയപ്പോൾ ആന്റണി പ്രസിഡന്റായത്. പക്ഷേ ഗുജറാത്ത് പോലെ വലിയൊരു സംസ്ഥാനത്ത് അദ്ദേഹം ഗവർണറായിരുന്നു. അദ്ദേഹം വലിയ അഭിഭാഷകനായി. പിന്നെ SNDP ജനറൽ സെക്രട്ടറി പ്രസിഡന്റൊക്കെ ആയിരുന്നു അദ്ദേഹം. പിന്നീട് ഈഴവര ഈ ഗവർണർ സ്ഥാനത്തേക്ക് പലപ്പോഴും വെച്ചൊക്കെ ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ പോലെ അല്ലെങ്കിൽ ആൻഡമാൻ്റെ വക്കത്തിനെ അതുപോലെയൊക്കെ ഉള്ളൂ. പ്രമുഖമായ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും വെള്ളാപ്പള്ളിയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കണം. മേജർ വെള്ളാപ്പള്ളിയാണ്. ഈ 2 ദിവസത്തെ താരം അദ്ദേഹമാണ്. ഞാൻ SNDP അംഗത്വമുള്ള ആളാണ്, അറിയാമല്ലോ. അതെ, SNDP അംഗത്വമുണ്ട്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ എരുമേലി താലൂക്കിലാണ്, ഇപ്പോൾ എരുമേലി യൂണിയനിലാണ്. നേരത്തെ റാന്നി യൂണിയനായിരുന്നു, ഇപ്പോൾ എരുമേലി യൂണിയനിലാണ്. എരുമേലി യൂണിയനിൽ പെടുന്ന ഇടകടത്തി ആറാട്ടുകട, ഇടകടത്തി 2 യൂണിയൻ ശാഖകളുണ്ട്. ഒന്ന് ഇടകടത്തി മന്ദിരപ്പടി എന്ന് പറഞ്ഞാൽ പഴയ ശാഖയുണ്ട്. രണ്ടാമത് ഇടകടത്തി ആറാട്ടുകട. അത് ശരിക്കും പറഞ്ഞാൽ എരുമേലി യൂണിയൻ ആണെങ്കിലും വെച്ചൂച്ചർ പഞ്ചായത്തിലും റാന്നി പഞ്ചായത്തിലും ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന റാന്നി പെരിനാട് പഞ്ചായത്തിൽ അറിയാഞ്ഞിൽ എന്ന സ്ഥലത്തുള്ളതും ഇതിൻ്റെ അകത്താണ്. വെച്ചൂച്ചർ പഞ്ചായത്തിൽ ഇടകടത്തി എന്ന സ്ഥലവും ഈ ശാഖയിലാണ്. ഞാൻ കോട്ടയം ജില്ലയിലെ എരുമേലി പഞ്ചായത്താണെങ്കിലും ഞാൻ ഈ ശാഖയിലാണ്, അപ്പുറത്താണ്, അവിടെയാണ്. അപ്പം നേരത്തെ മുതലേ എൻ്റെ തോന്നുന്നു അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളവർ ഞങ്ങളുടെ പഴയ ശാഖ തന്നെ. പക്ഷേ ഞാൻ എൻ്റെ സുഹൃത്തുക്കളും അടുപ്പക്കാരൊക്കെ കൊണ്ടപ്പോൾ ഞാൻ ഈ പുതിയ ശാഖ തുടങ്ങിയപ്പം ഞാൻ അങ്ങോട്ട് മാറി. അപ്പം ഇപ്പം 41 ഭജന ഞങ്ങൾക്ക് ക്ഷേത്രമുണ്ട്, അയ്യപ്പ ക്ഷേത്രമുണ്ട്, നമ്മൾ ഉത്സവം നടന്നത്. ആ ക്ഷേത്രത്തിൻ്റെ താഴത്തെ നിലയാണ് SNDPയുടെ ശാഖയോ. സത്യത്തിൽ SNDPയുടെ സ്ഥലത്താണ് ക്ഷേത്രം പണമുള്ളത്. അപ്പോൾ ഈ താഴത്തെ നിലയിലാണ് 41 ഭജന നടക്കുന്നത്. ഇപ്പം 41-ാം ദിവസം ഞാൻ പോയിരുന്നു. ഞാനായിരുന്നു ആ 41-ാം ഭജന സ്പോൺസർ ചെയ്തിരുന്നത്. അതിന് കുറേ ചിലവുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒരു ബന്ധം SNDPയോടും ശ്രീനാരായണ പ്രസ്ഥാനത്തോടുള്ള ആളാണ്. ഞാൻ എടുത്തു പറയുന്നത് 2 പേരോടും, അതായത് SNDP എന്ന പ്രസ്ഥാനത്തോടും ശ്രീനാരായണ ഗുരുവിനോടും എനിക്ക് അത്ര അടുപ്പമുണ്ട്. അതെ, എൻ്റെ ഒരു സ്വഭാവ രൂപീകരണത്തിൽ ചെറുപ്പം മുതൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഗുരുദേവനാണ്. എനിക്ക് ആദ്യം കിട്ടുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആദ്യം സമ്മാനം കിട്ടുന്നത് ഈ SNDP ശാഖയിൽ നിന്ന് കാഞ്ഞിരക്കാട് ശ്രീധരൻ ചേട്ടൻ എന്ന പ്രസിഡൻ്റാണ്. ശ്രീധരൻ ചേട്ടൻ ഈ ഗുരു നിത്യചേതനീയതയുടെ ഒരു പുസ്തകം തരികയാണ്. ഞാൻ ഈ നിത്യചേതനീയതയെ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും ആ പുസ്തകത്തിലൂടെ വളരെ കൊച്ചായിരിക്കുമ്പോൾ, എനിക്കത് UP-യിലും അങ്ങോട്ട് പഠിക്കുമ്പോഴാണ്. അപ്പം ഇത്തരമൊരു ബന്ധം എനിക്കുള്ളപ്പോഴും എനിക്ക് കടുത്ത നിരാശയും വിഷമവുമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വിഷവൃക്ഷം. അങ്ങനെ തന്നെ പറയും, ഒരു വിഷവൃക്ഷം എന്ന് തന്നെ പറയുന്നത്. ഒരു വിഷവൃക്ഷം ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നു എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന കാഴ്ച. അപ്പം പലരും ചോദിക്കും, ഇപ്പം ഞാൻ എൻ്റെ പോസ്റ്റിനൊക്കെ അടിയിൽ നീ ഈഴവ വിരുദ്ധനാണ്. എന്നിട്ട് എൻ്റെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ഒരാൾ നീ ഈഴവ വിരുദ്ധ, ഒരിക്കലുമല്ല. ഒന്നെനിക്ക് ഒരാളുടെ ജാതിയുടെ പേരിൽ സ്നേഹമോ വെറുപ്പോ ഇല്ല. 2, ശ്രീനാരായണ ഗുരുവിൻ്റെ വെളിച്ചം പകർക്കപ്പെട്ട ഒരു സമൂഹം എന്ന നിലയിൽ എനിക്ക് ഈഴവ സമൂഹത്തോട് കൂടുതൽ അടുപ്പമാണ്. അതൊരു പിന്നെ എൻ്റെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുക, ഈ കുടിയേറ്റത്തിന് ഒരു വശമുണ്ട്. പലപ്പോഴും എത്ര പേര് നിങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. ഈ കുടിയേറ്റം, മലയോര കുടിയേറ്റം ഉണ്ടല്ലോ, ഈ PT ചാക്കോയുടെ കാലത്തുണ്ടായ ആ കുടിയേറ്റം, അതാണല്ലോ ഈ എല്ലായിടത്തും കണ്ണൂരും കാസർഗോഡും മലപ്പുറത്തും കോഴിക്കോടും എരുമേൽ അങ്ങനെ കുടിയേറ്റ കർഷകരുടെ പുത്രനാണ് ഞാൻ. ഇപ്പം എൻ്റെ തറവാട്, ഞങ്ങളൊക്കെ പഴയ പാല, കാഞ്ഞിരപ്പള്ളി ആ ഭാഗത്തെ ആൾക്കാരാണ്. പാല, ചെങ്കള ഭാഗത്താണ്. അവിടുന്ന് പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ പലരും, ഇപ്പം കാസർഗോഡ് ജില്ലയിൽ ചിറ്റാലിക്കാട് ഞങ്ങളുടെ കുടുംബമുണ്ട്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്ക് അപ്പുറേ വാഴവര, കൊച്ചുവാള ഈ ഭാഗത്തെല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് ശാഖയുണ്ട്. അതേസമയം പഴയ തറവാട് പാല, കാഞ്ഞിരപ്പള്ളി തുടരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അപ്പൻ്റെ അപ്പൻ പോയത് ആര്യങ്കാവിലേക്കായിരുന്നു, കൊല്ലം ജില്ല. ആര്യങ്കാവിന് ഇപ്പറേ എടപ്പാള എന്നൊരു സ്ഥലത്തായിരുന്നു. അവിടുന്ന് എൻ്റെ അപ്പൻ മാറിപ്പോയത് എരുമേലിയിലെ ഈ മലയോര പ്രദേശത്തേക്ക്. ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിസ്ത്യാനി കുടിയേറുമ്പോൾ അവരോടൊപ്പം പോയിരുന്നത് ഈഴവ കമ്മ്യൂണിറ്റിപ്പെട്ടവരായിരുന്നു. അത് എക്കാലത്തും ഈ കുടിയേറ്റത്തിന് ക്രിസ്ത്യാനികൾക്കൊപ്പം തന്നെ ഈഴവരുമുണ്ട്. അപ്പോൾ ഈ ഒരു ഈഴവ ക്രിസ്ത്യൻ ഒരു ബന്ധം
അത് വളരെ ദൃഢമാണ്, അതൊരു പരമ്പരാഗതമാണ്. അത് എം എം മണി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കുടുംബം കിടങ്ങൂരോ മറ്റുമാണ്, അവർ ഇതുപോലെ കുടിയേറി മുണ്ടക്കയത്തേക്ക് പോയതാണ്. അല്ല അതെ അങ്ങോട്ട് പോയി, നമ്മുടെ ഹൈറേഞ്ചിലേക്ക് പോയത്. അതാ പറഞ്ഞു, കുടിയേറ്റത്തിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയും, അതായത് പ്രത്യേകിച്ച് സിറിയൻ കത്തോലിക്ക്, ഞങ്ങളെ ഈ മറ്റേ ലത്തീൻ കത്തോലിക്കൊന്നുമല്ല, ഈ സിറിയൻ കത്തോലിക്കുണ്ട്. ഈ സിറിയൻ കത്തോലിക്ക് ക്രിസ്ത്യാനിയും ബാക്കി എല്ലാവരും പതിയെ പതിയെ വരും, കൂടെ പോയിക്കൊണ്ടിരുന്ന ഈഴവരാണ്. അതുകൊണ്ട് മലയോര പ്രദേശങ്ങളിൽ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസം പള്ളിയും ഗുരുദേവ മന്ദിരമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ 2 ശാഖയുണ്ട്. പത്തനംതിട്ട നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് പോകുമ്പോൾ വഴിനീളം ഇത്രയും ഗുരുമന്ദിരങ്ങൾ ചോദിച്ചു. തിരുവനന്തപുരത്തില്ലാത്ത പത്തനംതിട്ട ജില്ലയിൽ എല്ലായിടത്തും പോകുന്ന പത്തനംതിട്ട റാന്നി എരുമേലി ഈ ഹൈറേഞ്ചിലോ, നിങ്ങൾ ഹൈറേഞ്ചിലേക്ക് പോകണം. മലനാട് SNDP യൂണിയനാണ് ഏറ്റവും വലിയ യൂണിയനുള്ളത്. അല്ല, അത് ഹൈറേഞ്ചിലേക്ക് പോകണം. ഹൈറേഞ്ചിൽ മുഴുവൻ ഗുരുദേവ, കട്ടപ്പന ടൗണിൽ ഏറ്റവും വലിയ കെട്ടിടം എന്ന് പറയുന്നത് ഗുരുദേവ മന്ദിരമാണ്. അവിടുത്തെ കട്ടപ്പന ടൗണിലിരിക്കുന്ന ഗുരുദേവ മന്ദിരം എന്ന് പറയുന്നത്, ആ ഗുരുമന്ദിരം എന്ന് പറഞ്ഞാൽ എന്നാ വലിയ കെട്ടിടമാണെന്ന് അറിയാം. വലിയ കുരിശുപള്ളികൾ കാണാറില്ലേ, പാലായിലെ, അതുപോലത്തെ തന്നെ കട്ടപ്പനയിലെ ഗുരുമന്ദിരം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ ഹൈ റേഞ്ചിലെ എല്ലായിടത്തും ഗുരുമന്ദിരങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സിറിയൻ കത്തോലിക്കരും ഈഴവരും തമ്മിലുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ വളരെ 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 സൗഹാർദ്ദപരമായ അടുപ്പമാണ്. ഈ അടുപ്പം അതുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് ഗുരുദേവനോട് ഇത്രയും താല്പര്യം ഉണ്ടായത്. ഞാനിപ്പം എല്ലാ സമാധിക്കും അവിടെ നമ്മളിപ്പോൾ കഞ്ഞി കഴിക്കും, അതെ, എല്ലാ ഇതിനും ഞാൻ എത്രയോ കാലമായി ഞാൻ ഘോഷയാത്രയ്ക്ക് പോകും, ചതയ ഘോഷയാത്രയ്ക്ക്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഈ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നിട്ട് കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ കണ്ട ഭയപ്പെട്ടു പോകും. നമ്മൾ പൂർവികരെ കുറിച്ച് ചിന്തിക്കുക. അദ്ദേഹത്തിന് മുമ്പ് ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ആയിരുന്ന ആളുകൾ ലിസ്റ്റ് നമ്മൾ അത്ഭുതപ്പെട്ടു പോയില്ലേ? എല്ലാവരും വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള, വളരെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നതിലിരുന്ന ആളുകൾ തന്നെയല്ലേ, വിദ്യാഭ്യാസം കൊണ്ടും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു ഈ വയനാട്ടിൽ കോളേജ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഓർത്തത്, ഈ പുൽപ്പള്ളിയിൽ SNDP കോളേജ് ഉണ്ട്. അവിടെ രാജ്മോഹൻ മലപ്പുറത്തിൽ പെരിന്തൽമണ്ണയിലുണ്ട് SNDP കോളേജ് ഉണ്ട്. അപ്പോൾ ഈ പുൽപ്പള്ളി കോളേജിൽ ഇപ്പോഴും ഓർമ്മ വരുന്ന കാര്യം, പുൽപ്പള്ളി SNDP കോളേജിൻ്റെ ആ സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയും അവിടെ ഒരു വേലി കെട്ടി, ഒരു വലിയൊരു വേലി അങ്ങോട്ട് കെട്ടി തടഞ്ഞു SNDP അങ്ങോട്ട് പ്രവേശിക്കുന്നതിന്. അന്ന് MK രാഘവനായിരുന്നു SNDP ജനറൽ സെക്രട്ടറി ആയിരുന്നു, മന്ത്രിയൊക്കെ ആയിരുന്ന ആൾ, ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് അത് ചവിട്ടി പിടിച്ച് ദൂരെ ഇറങ്ങി വേലിയെ. എന്നിട്ട് അവരവിടെ അവർക്ക് അവകാശപ്പെട്ടതാണ്, ആരോ ഭൂമി തിരഞ്ഞെടുക്കാൻ വേണ്ടി എന്തോ തട്ടിപ്പ് നടത്തിയതാണ് എനിക്ക് ഓർമ്മയുള്ളത്. അവിടെ കോളേജ് വെച്ചു. അത് MK രാഘവനെ പോലെ അതിശക്തനായ ഒരാളുണ്ടായത് നമ്മൾ ഓർക്കണം. അല്ല, മലബാറിൽ തിരുവിതാംകൂറിലെ വെച്ച് നോക്കും മലബാർ കുറവാണ്. അതെ, പക്ഷേ SNDP അത്രയും ശക്തമല്ല. മലബാറിൽ ഇവിടെ SNDP, കാരണം തീയന്മാർ, അവർ തീയന്മാരാണ്, ഈഴവരല്ല. തീയന്മാർ ടെക്നിക്കലി SNDPക്കാരാണെങ്കിലും ഗുരുദേവനാണ് അവരുടെ ദൈവമെങ്കിലും അവർ SNDPയുമായിട്ട് വേണ്ടതുപോലെ സഹകരിക്കുന്നില്ല. തിരുവിതാംകൂറിൻ്റെ ഒരു പ്രതിഭാസമായിട്ടാണ് പോകുന്നത്, ഇല്ലേ? സത്യമാണ്. ഇത് മറ്റേതങ്ങനെ നമ്പ്യാന്മാർ സമ്മതിക്കുമോ നായന്മാരാന്ന്? അതേപോലെ തന്നെ നമ്പ്യാന്മാർ NSS എന്ന് പറയുന്ന ഒരു എല്ലായിടത്തും ഉണ്ടെങ്കിലും തിരുവിതാംകൂറിൽ പ്രതിഭാസമാണ്. അവിടെ നമ്പ്യാന്മാരാണ്. മാത്രം നമ്പ്യാന്മാർക്ക് വേറെ സഭയുണ്ട്, വേറെ സഭയുണ്ട്. ഇത് തന്നെയാണ് തീയന്മാർ ടെക്നിക്കലി SNDPയുടെ ഭാഗമാണെങ്കിലും അവർ സഹകരിക്കുന്നില്ല. ഇതാണ് സത്യം. മാത്രമല്ല ഇവർ ആഗ്രഹിക്കുന്നുമില്ല, കാരണം അധികാരത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. അതെ 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 അവർ ഈ SNDPയുടെ ഭാഗം അവർ ആഗ്രഹിക്കുന്നു. കോഴിക്കോട് നിന്ന് ഉണ്ണീരിക്കുട്ടി SN ട്രസ്റ്റിന്റെ ചെയർമാൻ സെക്രട്ടറി ഒക്കെ ആയിരുന്നിട്ടുണ്ട്. വളരെ കുറച്ച് പേര് തെക്കോട്ടുള്ളവരാണ് കൂടുതലും വന്നിട്ട്. സി രാജ്മോഹൻ, ഇപ്പം വെള്ളാപ്പള്ളിയുടെ രീതി നോക്കുക. വെള്ളാപ്പള്ളി പറയുന്നതൊക്കെ വ്യാജമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത്, വെള്ളാപ്പള്ളി ഇപ്പം പറഞ്ഞിരിക്കുന്ന ഇന്നലെ തന്നെ മലപ്പുറത്തില്ല, കാസർഗോഡില്ല. ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ട് കിട്ടുന്നില്ല? എനിക്ക് റിപ്പോർട്ടർ ചാനലിനോട് ഭയങ്കര ബഹുമാനം തോന്നി. ഈ വെള്ളാപ്പള്ളി റഹീസ് നമ്മുടെ സുഹൃത്താണ്, വൈഫ് ഞങ്ങളുടെ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് പരിചയമുള്ള ആളല്ല. അപ്പം വളരെ മതിപ്പ്. നിങ്ങളുടെ ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ തീവ്രവാദി ആലോചിച്ച് നോക്കിയേ. ഒരാളുടെ പേര് കേട്ടിട്ട് അയാൾ റഹീസ് എന്നാണ് അയാളുടെ പേര്, അയാൾ മുസ്ലിമാണ്, അതുകൊണ്ട് തീവ്രവാദിയാണെന്ന് തുറന്നു പറയുകയാണ്. ആലോചിച്ച് നോക്കി. വളരെ ഇന്ത്യയിലെ വളരെ സൗമ്യനായ ഒരാളാണ്. രാജ്മോഹൻ ആലോചിച്ച് നോക്കി. അവൻ റഹീസ് എന്നവൻ്റെ പേര്, അവൻ ഈരാറ്റുമായിട്ട് കണവനാകൊണ്ട് തീവ്രവാദിയാണെന്ന് ഒരു സമുദായ നേതാവ് പരസ്യമായി പറയുകയാണ്. എന്നിട്ട് ഇതിനെ CPM ന്യായീകരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. CPM എപ്പോഴും പറയണം അദ്ദേഹം വലിയ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധിക്കുന്നു. റഹീസ് എന്ന് പറയുന്ന ആൾക്കെതിരെ ഈ തീവ്രവാദത്തിന് കേസുണ്ടോ? ആദ്യത്തെ ചോദ്യം. അതെ, അയാളുടെ ഏതെങ്കിലും പോസ്റ്റുകളെങ്കിലും, ഞാൻ പറഞ്ഞ മറ്റേ ഈ മീഡിയ വണിലെ അവന്മാരെ വേണം നമുക്ക് അങ്ങനെ വേണേൽ പറയാം, തീവ്രവാദി എന്ന് പറഞ്ഞില്ലെങ്കിലും ആറ്റിറ്റ്യൂഡ് എടുത്ത് പറയാം.
അവന്മാരുടെ ആ പേര് പറഞ്ഞു ഞാൻ 3 അടുപ്പൂട്ടിയിട്ട് ചർച്ച. ഓ എന്തോ റാവുത്തർ അവസാനം പഴയ സഹപ്രവർത്തകനാണ്. അപ്പൊ വിഷമിക്കണ്ട. അപ്പോ ഈ റഹീസിനെ കുറിച്ച് അങ്ങനെ ആരും പറഞ്ഞു കേട്ടില്ല. അല്ലെ തന്നെ തീവ്രവാദിയാണ്, എന്തുകൊണ്ടായാലും മുസ്ലിം. അപ്പൊ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇന്ന് ആളുകൾ ധൈര്യം കാണിച്ചു, ആ പത്രക്കാരെല്ലാം കൂടി ധൈര്യം കാണിച്ചു. പത്രപ്രവർത്തക യൂണിയൻ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അല്ല അത് ശരിയല്ലല്ലോ, അത് മോശമല്ലേ? അത് മാത്രമല്ല, ഈ റഹീസ് എന്നുള്ള പേര് വേറെ ഹിന്ദുനുണ്ടായിക്കൂടെ? ആലപ്പുഴ CPM ജില്ലാ സെക്രട്ടറി നാസർ, അദ്ദേഹം വെള്ളാപ്പള്ളി സമുദായക്കാരനാണ്. ആണോ? പിന്നല്ലാതെ. അപ്പൊ അറിയാൻ പാടില്ല അദ്ദേഹം ജാതി പറഞ്ഞാലോ. നാസർ ഈഴവ സമുദായമാണ്. മാധവൻ ജി ഷഹീദ് അറിയാം. അദ്ദേഹം മുസ്ലിം അല്ല, അത് ഈഴ സമുദായക്കാരനാണ്. ഈഴവല്ല തന്നെ. പിന്നെ എനിക്ക് അമേരിക്കയിലെങ്ങാണ്ട് SNDP ശിവഗിരി മഠം ഒക്കെ തുടങ്ങിയ ഒരു ഷാനവാസ് ഉണ്ട്. ഇപ്പൊ എന്റെ ഭാര്യയുടെ 2 അമ്മാവന്മാരെ പെൺമക്കളുടെ പേരൊന്ന് ആയിഷ എന്നൊന്ന് റംല എന്നുമാണ്. ഈ പേര് കേട്ട തോന്നുന്നു അവർ മുസ്ലിങ്ങളല്ലേ തോന്നുള്ളൂ. അത് ശരി. പൊതുവെ ഈഴവർ അന്നത്തെ കാലത്ത് ഈ ജാതി അങ്ങനെ ഇല്ലാന്ന് വരുത്താൻ അങ്ങോട്ട് വേണ്ടി ആയിരിക്കാം ഇത്തരത്തിലുള്ള പേര് ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. മുസ്ലിം പേരും ക്രിസ്ത്യൻ പേരും ഒക്കെ ഇട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് രാജ്മോഹൻ? ഇയാളോട് ഈ വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനൊക്കെ ഉള്ള പ്രത്യേകത, ഇവരോട് ആരും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചോദ്യം ചോദിക്കരുത്, ചോദിക്കാറില്ല. പലപ്പോഴും ചെറുപ്പക്കാർ ചോദിക്കാൻ തയ്യാറായാൽ മുതിർന്ന പിൻവലിപ്പിക്കും, ചോദിക്കരുതെന്ന് പറയും. അപ്പം ഇങ്ങനെ ഇവർ ഒരു പ്രിവിലേജ് അനുഭവിച്ചു വരികയാണ്. ഇപ്പം ഈ റിപ്പോർട്ടർ ചാനലിനോട് എന്തെല്ലാം എതിർപ്പുണ്ടെങ്കിലും ആ പ്രിവിലേജിന്റെ മേൽ ഇവർ നടത്തിയിരിക്കുന്ന ഒരു കടന്നാക്രമണം തന്നെയാണ്. അത് അഭിനന്ദിക്കും. ഞാൻ ആദ്യമായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ അഭിനന്ദിക്കുന്നത്. അല്ലല്ല, രണ്ടുപേരും അഭിനന്ദിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ പിണറായി വിജയനും ഇത്രേ ഉള്ളൂ. ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനൽ ചോദിക്കാരുടെ മുമ്പ് ബഹളം വെക്കുന്നുണ്ട്. അത് ഒന്നും ദേഷ്യപ്പെടുക. ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ കരുണാകരന്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. പത്രക്കാർക്ക് ഇത്രയും സഹായം ചെയ്ത് കൊടുത്ത കരുണാകരന്റെ അടുത്ത് പോലെ അദ്ദേഹം ഒരിക്കലും ദേഷ്യപ്പെടും. ഉമ്മൻചാണ്ടിയോട് അതും ബുധനാഴ്ച ദിവസങ്ങളിലെ മന്ത്രിസഭാ യോഗം ചേർന്ന് കഴിഞ്ഞ ഉടൻ തന്നെ പത്രക്കാരോട് അദ്ദേഹം സംസാരിക്കാതിരിക്കുമായിരുന്നു. പത്രപ്രവർത്തകർക്ക് എനിക്ക് ലോകത്ത് ആദ്യം ഒരു പെൻഷൻ ഏർപ്പെടുത്തിയത് കരുണാകരൻ. എന്നിട്ട് ഇപ്പൊ ആരും അടുപ്പിക്കത്തില്ല, സെക്രട്ടേറിയറ്റ് കയറ്റത്തില്ല, അന്യർ പ്രവേശിക്കുന്ന ബോർഡ് എഴുതി വെച്ചിരിക്കും പ്രവേശിക്കാൻ പാടില്ലെന്ന്. അല്ല, എന്നിട്ട് ഇവർ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ്. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തോ അല്ലെങ്കിൽ കാസർഗോഡോ വയനാടോ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? അപ്പൊ സർക്കാർ. ആരുടെ സർക്കാരാണ്? LDF സർക്കാർ, പിണറായിയുടെ സർക്കാർ. സ്വന്തം ഒരുമിച്ച് കാറിൽ കയറി വരുന്ന ആളുടെ അയാൾ ഇനിയും വരണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എന്താണ് ഈ ചോദ്യത്തിന് ഉത്തരവില്ലെന്ന് പൊട്ടിത്തെച്ചൊരു കാര്യമുണ്ടോ? അന്നപ്പം നാക്കൊക്കെ വെളിയിലേക്ക് ഇട്ട് 88 വയസ്സായി, 89 നാക്കൊക്കെ വെളിയിലേക്ക് ഇട്ടിട്ട് ഇപ്പൊ ഇടിച്ചു പോലും. എന്താ പ്രശ്നം? ഒന്ന്, ഒരു മാടമ്പിയെ പോലെ ജീവിക്കുക. ആ മാടമ്പിയെ പോലെ ജീവിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു, സങ്കടപ്പെടുത്തുന്നു എന്താണെന്ന് വെച്ചാൽ SNDP അംഗങ്ങളിൽ 90% വരും വെള്ളാപ്പള്ളിക്കെതിരാണ്. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള സകല SNDPക്കാരും പറഞ്ഞു വെള്ളാപ്പള്ളിക്കെതിരാണ്. പക്ഷെ വെള്ളാപ്പള്ളിക്കെതിരാണ് SNDP ഇട്ട് പോകും. കാരണം അവരുടെ സമുദായമല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞേ എൻ്റെ മെത്രാനെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് എനിക്ക് പള്ളിയിൽ പോയിരിക്കാൻ പറ്റുമോ? എനിക്ക് പള്ളിയിൽ കുർബാന നടത്താതിരിക്കാൻ പറ്റുമോ? പങ്കെടുക്കാതിരിക്കാൻ പറ്റുമോ? ഇത് തന്നെയാണ് ഒരു സാധാരണ SNDP അംഗത്തിൻ്റെ ഒരു പ്രശ്നം. അവരെ സംബന്ധിച്ചുള്ള അവരുടെ സമുദായത്തെ ഭരിക്കുന്നത് ഒരു കാളകൂട വിഷമാണ്. പക്ഷെ അവരെന്ത് ചെയ്യാൻ പറ്റും? മുഴുവൻ പേർക്ക് വോട്ടവകാശ ഇല്ലല്ലോ. ഇല്ല. ഇനി പ്രാതിനിധ്യം ആണെങ്കിലും അതെല്ലാം തട്ടിപ്പാൻ തുറക്കണം. ഈ പ്രാതിനിധ്യം പോലും ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാതിനിധ്യം എങ്ങനെ ഇയാളുടെ ഈ മൂടുതാങ്ങികളെ കുറച്ച് പേരെ എടുത്ത് ഫിക്സ് ചെയ്യും. അവർ ആയിരിക്കും യൂണിയൻ്റെ ഭരണത്തിലേക്ക് വരുന്നത്. അവർക്ക് ഇഷ്ടമുള്ളവർ മാത്രമേ താഴെ വന്ന് കൊടുക്കും. ഞാൻ പറഞ്ഞു എൻ്റെ ശാഖയിൽ 200 പേരുണ്ട് എന്ന് കരുതുക. ഇല്ല, ഞങ്ങളുടെ ശാഖ 200 പേരില്ല. ഞങ്ങളുടെ ശാഖ 200 പേര് താഴെയുള്ളൂ. ഒരു പ്രതിനിധിയെ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ ആ പ്രതിനിധി ആരാണെന്ന് ഞങ്ങൾക്ക് വിഷയമില്ല. ഇവിടുത്തെ ആളോട് ചോദിച്ചിട്ടല്ല പ്രതിനിധി തീരുമാനിക്കുന്നത്. അത് അവർ ഒരു സുപ്രഭാതത്തിൽ വരുന്നു, അവിടുന്ന് ഒരാളെ വേണം, ഒരാളെ വിടുന്നു. അപ്പോൾ ഇവരോട് താല്പര്യം കുറച്ച് പേരെ കൊണ്ടുപോകത്തുള്ളൂ. ഈ രീതിയിൽ ആർക്കും കടന്നു കയറാൻ വയ്യാത്ത തരത്തിൽ ഇയാൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. SNDP മാത്രമല്ല SN ട്രസ്റ്റിനെയും. ഇയാൾ ഈ 30 കൊല്ലം അധികാരത്തിൽ വന്നതിന് ശേഷം SNDPക്ക് SN ട്രസ്റ്റിന് എത്ര സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്? SN മെഡിക്കൽ മിഷൻ എന്നൊരു സ്ഥാപനം കൂടെയുണ്ട് കൊല്ലത്ത്. R. ശങ്കർ അദ്ദേഹം സ്ഥാപിച്ചു, അദ്ദേഹം ഷഷ്ടിത്തെ പൂർത്തിക്ക് സ്ഥാപിച്ചാണ്. ഭാവിയിൽ മെഡിക്കൽ കോളേജ് ആക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ആ ശങ്കേഴ്സ് ഹോസ്പിറ്റൽ. ഇന്ന് അത് ഏതാണ്ട് പൂട്ടിക്കെട്ടിയതിന് സംശയം. അല്ല, കാരണം താല്പര്യമില്ല. കാരണം വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ താല്പര്യങ്ങളും, ഞാൻ പറഞ്ഞല്ലോ ചതയ ദിനാഘോഷത്തിന് ആളുകളിടുന്ന മഞ്ഞ തുണി വരെ കണിച്ചകുളങ്ങനെ അയച്ചു കൊടുത്തിട്ട് കമ്മീഷൻ കൈപ്പിടുന്ന കാര്യം. തമിഴ്നാട്ടിൽ പോയി തുണി മേടിച്ച് കൊടുക്കുന്നു, എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു. എങ്ങനെ ലാഭം ഉണ്ടാക്കാം? സർക്കാർ ഇപ്പോഴുള്ള സ്ഥാപനങ്ങൾ മുഴുവൻ ആ സ്ഥാപനങ്ങൾ നിയമനങ്ങൾക്ക് വേണ്ടി അഡ്മിഷന് വേണ്ടി കോടികൾ പിരിക്കുക. ഇതെല്ലാം ഇവരുടെ കാലത്ത്, SN ട്രസ്റ്റിൻ്റെ കാലത്ത് ഇതെല്ലാം സംഭാവനയായി എഴുതുമായിരുന്നു. അതെ, അതായത് ഈ അധ്യാപന നിയമനം ആയിക്കോട്ടെ, വിദ്യാർത്ഥികൾ ഇതിപ്പം നിയമവിരുദ്ധമാണല്ലോ, മേടിക്കാൻ പറ്റത്തില്ല.
അതുകൊണ്ട് ഇത് മേടിച്ച് പോക്കറ്റിട്ട് പോവുകയാണ്. ചാക്കിൽ കെട്ടി പണം കൊണ്ടുപോകുന്നതെന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ആരോപിക്കുന്നത്. ചാക്കിൽ കെട്ടി കൊണ്ടുപോകുന്നത്. ഏതായാലും ശിവഗിരി മഠത്തിലേക്ക് പക്ഷേ ഇവർക്ക് കടന്നു കയറാൻ കഴിയില്ല. കാരണം മൂന്ന് എൻറ്റിറ്റിയാണ്. എസ് എൻ ട്രസ്റ്റും SNDPയും അതുപോലെ ശിവഗിരി മഠവും മൂന്ന്. പക്ഷേ എസ് എൻ ട്രസ്റ്റ് പുള്ളി കരസ്ഥപ്പെടുത്തി ആണല്ലോ. എസ് എൻ ട്രസ്റ്റും SNDPയും കരസ്ഥപ്പെടുത്തി. അതെ, അത് കൈവശപ്പെടുത്തിയെങ്കിൽ പോലും അവിടെ കമ്പനി നിയമം അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. SNDP ആവും. പക്ഷെ അതൊക്കെ ആശയക്കുഴപ്പം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കേസാവുമ്പം ആ വെള്ളാപ്പള്ളിക്ക് അനുകൂലമാവുന്നത് സംസ്ഥാന നിയമം എന്നാണ്, അതാണെന്ന് പറയും. അനുകൂലമാവുന്നത് കേന്ദ്ര നിയമമാണ്, അതാണെന്ന്. ഇപ്പോൾ എന്തോ ഒരു സംസ്ഥാന നിയമം എന്ന് പറഞ്ഞിട്ട് അനുകൂല വിധി മേടിച്ചു, അത് കഴിഞ്ഞ് കേന്ദ്ര നിയമം പറഞ്ഞാൽ അതിനെ വേറൊരു വിധി മേടിച്ചു. ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തി ആ കട്ടു തിന്ന് മോഷ്ടിച്ച് എന്നിട്ട് ഇപ്പോൾ പുള്ളിയുടെ കാര്യം തന്നെ, പുള്ളി അനധികൃതമായി സമ്പാദിച്ചിരിക്കുന്ന സ്വത്തുക്കൾ, പുള്ളിയുടെ കള്ള് കച്ചവടം, പുള്ളിയുടെ മറ്റ് കച്ചവടങ്ങൾ, ഇതിനെല്ലാം സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പോലീസ് സേന, കേന്ദ്ര സർക്കാരിൻ്റെ സംരക്ഷണമല്ലേ, 25 ലക്ഷം രൂപയാണ് ഒരു മാസം ഈ വെള്ളാപ്പള്ളിക്ക് വേണ്ടി മുടക്കുന്നത്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. ബ്ലാക്ക് കാറ്റ്സ് പോലെ. അത് എന്തോ വൈ കാറ്റഗറിയോ ഇസ് കാറ്റഗറി സുരക്ഷയാണ്. എന്തുകൊണ്ട് അയാൾക്ക് എന്ത് സുരക്ഷയ്ക്ക് എന്താ യോഗ്യതയുള്ളത്? വെള്ളാപ്പള്ളി നടരാജന് എന്താ സുരക്ഷാ പ്രശ്നം? അങ്ങനെയാണ് കേരളത്തിലെ മറ്റ് സമുദായങ്ങൾക്ക് വേണ്ട സുരക്ഷ. ഏത് സമുദായ നേതാവിന് സുരക്ഷയുള്ളത്? അപ്പം ഇത് ഒരു വശത്ത് കേന്ദ്ര സർക്കാർ അതിന് വേണ്ടിയിട്ട് BJP മകനെ കൊണ്ടുവിട്ടിരിക്കുന്നു. BDJS രൂപീകരിക്കുമ്പോൾ ഇദ്ദേഹം തന്നെ ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്ത് സമ്മേളനത്തിന്. പിന്നീടല്ലേ നമ്മൾ. അതെ, എന്നിട്ട് ഇദ്ദേഹം CPMൻ്റെ വക്താവായി CPMന് വേണ്ടി ഇവിടുന്ന്, കാരണം ഇവിടുന്ന് ഇവർ വിചാരിച്ചാൽ ഇഷ്ടംപോലെ കേസുണ്ട്. മൈക്രോ ഫിനാൻസ് കേസ് എന്നൊക്കെ പറഞ്ഞാൽ മൈക്രോ ഫിനാൻസ് കേസ് മാത്രമല്ല, ഈ ശാശ്വതാനന്ദ സ്വാമിയുടെ മരണം മുതൽ ഇയാളുടെ പേരിന് മഹേശന്റെ മരണം വരെയുള്ള ദുരൂഹമായ അനേകം മരണങ്ങൾ ഒരു ഉത്തരം പറയേണ്ടി വരും അന്വേഷിച്ചാൽ. അതേപോലെ തന്നെ ഈ മൈക്രോ ഫിനാൻസ് കേസ് പറഞ്ഞാൽ വിചാരിക്കുന്ന പോലല്ല, 100 കണക്കിന് കേസുകളുണ്ട്. SNDP ശാഖകൾ, യൂണിയനുകളൊക്കെ കുഴപ്പം. ഇതിലെ പാവപ്പെട്ട സ്ത്രീകളെല്ലാം പെട്ടിരിക്കുകയാണ്. വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അതായത് മൈക്രോ ഫിനാൻസ് പറഞ്ഞ് ചെറിയ പലിശയ്ക്ക് കാശ് മേടിച്ചിട്ട് വലിയ പലിശയ്ക്ക് കൊടുത്ത് പലിശ പോക്കറ്റിട്ടുണ്ട് പോയി. ഒന്ന് ഈ മൈക്രോ ഫിനാൻസിൻ്റെ ഇടപാടുകൾ. പിന്നെ എന്താ രാജ്മോഹൻ, നമുക്ക് പറയാനോ വിശ്വസിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള വലിയ അഴിമതിക്കാരനാണ് അയാൾ. ആ അഴിമതിയുടെ തുടർച്ചയായി ഇപ്പോൾ അധികാരം കൊണ്ട് തലയ്ക്ക് കയറി. ഇന്നലെ ആ നാക്കൊക്കെ ചാടിയുള്ള ചാട്ടം കണ്ടില്ലേ? ഇന്നിപ്പോൾ മുഖം മിനുക്കാൻ വേണ്ടി വിളിച്ചതാ. അതെ, തിരിച്ച്. അതെ, ഇന്ന് ആ ചോദ്യം ചോദിക്കുന്നത് ഇഷ്ടമല്ല. നീ ആരാടാ, നീ എന്നോട്. പുള്ളിയുടെ പ്രായം പരിഗണിക്കണമെന്നാണ് പുള്ളി പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പ്രായം എന്നുള്ളൊരു ഘടകമല്ല. ചോദ്യം ചോദിക്കാൻ പ്രായം പരിഗണിക്കണോ? പദവിയല്ലേ പരിഗണിക്കണം? പിന്നല്ലാതെ. ഞാൻ പറഞ്ഞ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ ഉണ്ടായി വരുന്നു എന്നുള്ളത് പുതിയ തലമുറ. അതൊരു നല്ല ഒരു പോസിറ്റീവ് കാര്യമാണ്. അത് കാരണം പഴയ തലമുറയിൽപ്പെട്ടവരാണ് പലപ്പോഴും ഈ യുവാക്കൾ ചോദ്യം ചോദിക്കാന്ന് പറയുമ്പോൾ ഉടുപ്പ് ചോദിക്കുന്നത്, ചോദിക്കരുത് എന്ന് പറയുന്നത്. ഈ പിണറായിയൊക്കെ പത്രസമ്മേളനം നടത്തുമ്പോൾ പലപ്പോഴും ഈ നമ്മുടെ കൂടെ റിപ്പോർട്ടിങ്ങിന് ഉണ്ടായിരുന്ന പലരും കാര്യം പറഞ്ഞിട്ടുണ്ട്. ചോദിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അതൊക്കെ അവർ പിടിച്ച് ചോദിക്കേണ്ട പറയുന്നത്. അതേസമയം ഇവർക്ക് ഈ ഒരു വിവേകം കോൺഗ്രസ് BJP നേതാക്കളോടില്ല. ഇല്ല, ഒരു രീതിയിലും. ഏത് തരത്തിലും ചോദ്യം ചോദിച്ച് അവർ വെള്ളം കുടിപ്പിക്കാൻ നോക്കും. രാജ്ഭവൻ ഇത് ഇവരുടെ ഒരു സംരക്ഷണ വലയിൽ, ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ ഒരുക്കി കൊടുക്കുന്നിരുന്ന സംരക്ഷണ വലയിലാണ് വെള്ളാപ്പള്ളി ആരെങ്കിലും മുമ്പിൽ കയറ്റി ഇരുത്തിയിട്ട്, ഇപ്പം ജോണി ലൂക്കോസിനെ പോലെ ഒരാൾ ആത്മാർത്ഥമായി വെള്ളാപ്പള്ളി 10 ചോദ്യം ചോദിച്ചാൽ വലിച്ചെറിഞ്ഞ് തല്ലി പൊട്ടിച്ചിട്ട് ഇറങ്ങിപ്പോകും വെള്ളാപ്പള്ളി. അതെ, കാരണം ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ വെള്ളാപ്പള്ളിക്ക് ശേഷിയില്ല. എന്ന് മാത്രമല്ല, അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, പിണറായി വിജയൻ ഭരിക്കുന്ന ഈ 10 കൊല്ലം പിണറായി വിജയൻ ഭരിച്ച സ്ഥലത്ത് മലബാറിൽ SNDPക്ക് സ്ഥാപനങ്ങളില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം ലീഗിന് എങ്ങനെ വരും? ലീഗിനില്ലല്ലോ. അത് വെള്ളാപ്പള്ളി പറയണ്ടേ, റിക്വസ്റ്റ് അപേക്ഷ കൊടുക്കണ്ടേ? അപേക്ഷ കൊടുക്കത്തില്ല. കൊടുക്കില്ല. എത്ര സ്ഥാപനങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അത് തിരസ്കരിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗ് സമ്മതിക്കാത്തതുകൊണ്ടാണോ? മുസ്ലിം ലീഗിന് എന്ത് കാര്യം? കഴിഞ്ഞ 10 വർഷം അവർക്ക് വല്ല കാര്യമുണ്ട്? അവർക്ക് എന്ത് കാര്യം ഇരിക്കുന്നത്? എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന പല സ്ഥാപനങ്ങളും സൂപ്പിയുടെ കാലത്ത്, ഈ മലപ്പുറത്തൊക്കെ കൊടുത്ത് പെരിന്തൽമണ്ണ കൊടുത്ത് സൂപ്പിയുടെ കാലത്താണ് ഇത് പക്കാ വർഗീയത. അവിടെയാണ് പ്രശ്നം. വെള്ളാപ്പള്ളി നടേശൻ ഈ വർഗീയത പറയുന്നത് അറിഞ്ഞുകൊണ്ടല്ല. വെള്ളാപ്പള്ളിക്ക് അങ്ങനെ വർഗീയതയൊന്നുമില്ല. ബേസിക്കലി അയാൾ കച്ചവടക്കാരനാണ്. അയാൾക്ക് എല്ലാവരെയും സൂചിപ്പിച്ച് പോകണമെന്നുള്ളൂ. വെള്ളാപ്പള്ളി വർഗീയത ഇപ്പോൾ പറഞ്ഞ പിണറായിക്ക് വേണ്ടിയാണ്. അതാണ് അതിൻ്റെ പോയിന്റ്. അതാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിണറായിക്ക് പറയാൻ പറ്റാത്ത കാര്യം വെള്ളാപ്പള്ളി പറയാം. അതായത് നിങ്ങളൊരു പൊളിറ്റിക്സ് മനസ്സിലാക്കണം. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയി. അതായത് BJP ആയിട്ട് പിണറായി വിജയൻ ഒരു സെറ്റപ്പ് ഉണ്ട് എന്ന്
അവർ പൂർണ്ണമായും വിശ്വസിച്ചു, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. അതിൻ്റെ പ്രതിഫലനമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു മുസ്ലിം വോട്ടും ഇനി പിണറായിക്ക് കിട്ടത്തില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ ശത്രു മോദിയും ബി ജെ പിയാണ്. അതെ, ആ മോദിയും ബി ജെ പിക്കും അനുകൂലമായി നിൽക്കുന്നവരുടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല. അപ്പോൾ പിണറായി ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പറ്റിച്ചു കൂടെ നിർത്തിയിട്ട് കേന്ദ്ര സർക്കാരുമായി ഒരു അടിയൊഴുക്കുണ്ടാക്കി, അന്തർധാര ഉണ്ടാക്കി തട്ടിപ്പ് വെട്ടുപാട്ട് പോയി ഇത് പൊളിഞ്ഞു പോയി. അപ്പോൾ പിണറായിക്ക് ഇനി ഹിന്ദു വോട്ട് കിട്ടണം. ഇവിടെയാണ് ആകെപ്പാടെ സംശയം രണ്ടാണുള്ളത്. ഒന്ന്, ഈ ഹിന്ദു വോട്ടിൻ്റെ ധ്രുവീകരണം അത് ബി ജെ പിക്ക് അനുകൂലമാവില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി വരും. എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് അനുകൂലമാവാതിരിക്കാൻ ഉള്ളൊരു നീക്കമാണെന്ന് തോന്നുന്നു. കാരണം ഹിന്ദു വോട്ടുകൾ ഈ പ്രത്യേകിച്ച് മറുഭാഗത്ത് ലീഗ് നിൽക്കുന്നത് കൊണ്ട്, ഈ മുസ്ലിം പ്രീണനം എന്ന വിഷയം നിൽക്കുന്നത് കൊണ്ട് ഹിന്ദു വോട്ടുകൾ പതിയെ പതിയെ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബി ജെ പിയിലേക്ക് ഹിന്ദു വോട്ടുകൾ പോവുകയും മുസ്ലിം വോട്ട് യു ഡി എഫിലേക്ക് പോവുകയും ചെയ്താൽ സി പി എം അപ്രസക്തം. ഈഴവ സമുദായത്തിൽ നിന്ന് വലിയ തോതിൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇവിടെ ലീഗിനെ അറ്റാക്ക് ചെയ്ത് ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കി ആ വികാരം സി പി എമ്മിന് അനുകൂലമാക്കാനുള്ള നമ്പരാവാം. ഇത് പണ്ട് ഗൾഫിൽ നിന്ന് നടന്നപ്പോൾ EMS പ്രസംഗം ഓർമ്മയില്ലേ, ഞങ്ങൾ സദാവിൻ്റെ ഒപ്പം നിങ്ങളോ എന്ന് ചോദിച്ചു കോൺഗ്രസിൻ്റെ അടുത്ത്. അതിൻ്റെ വേറൊരു പതിപ്പാണ് കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലാകാലങ്ങളിൽ അവർ കൃത്യമായിട്ട് അതിനുള്ളൊരു സംഗതി ആലോചിച്ച് വയ്ക്കുക. അതായത് ഈ ഹിന്ദു വോട്ടുകളെ ഏകീകരിച്ച് നിർത്തണം, അത് പരമാവധി മുസ്ലിം വിരുദ്ധമാവണം. എന്നിട്ട് അത് അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവും എന്ന് പറയുന്നത്. അതെ, കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവും, ലീഗ് വന്നാൽ UDF ഭരണം മുസ്ലിങ്ങളുടെ കയ്യിലാവും എന്ന രീതിയിൽ ഒരു വലിയ ആശങ്ക ഉണ്ടാക്കി ബി ജെ പിയിലേക്ക് പോവാനിടയുള്ള ഹിന്ദു വോട്ടുകളെ കൂടെ നിർത്താനുള്ള, പ്രത്യേകിച്ച് അതിനാണ് ഈഴവ വോട്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം ആലോചിക്കണം, കേരളത്തിലെ ഏറ്റവും ഡോമിനൻ്റ് എന്നല്ല, ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി എനിക്കൊന്ന് 25-30% ജനസംഖ്യ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ. എപ്പോഴും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ കമ്മ്യൂണിറ്റികൾ എടുത്തു നോക്കിയാൽ ഇവിടെ ഒരു 25-30% കേരള ജനസംഖ്യയുടെ 25-30% ഈഴവരാണ്. ഒരു 12-15% ഈ നായർ വരത്തുള്ളൂ. ഒരു 10% കൂടുതൽ SC/ST ഉണ്ടാവത്തില്ല, അല്ലേ? 10% SC/ST ഉണ്ടാവത്തുള്ളൂ. പിന്നെ 30% വരുന്നത് മുസ്ലിംസാണ്. ക്രിസ്ത്യാനി ഒരു 16-17% ഉള്ളൂ. പക്ഷേ ഈ ക്രിസ്ത്യാനിയൊക്കെ പല വിഭാഗം, മുസ്ലിമാണ് പിന്നെയും ഏകദേശം ഒരുമിച്ച്. ക്രിസ്ത്യാനി ഇപ്പം കഴിഞ്ഞ ദിവസം അടി കിടക്കുന്നുണ്ടായിരുന്നു ഒരു പാസ്റ്ററുടെ പ്രസംഗം. ആ ചീത്ത മുഴുവൻ വിളിക്കുന്നത് അടൂരങ്ങനെ നടന്നു. ചീത്ത മുഴുവൻ വിളിക്കുന്ന കത്തോലിക്കരെയും ഓർത്തഡോക്സുകാരെയും അർത്ഥമാക്കാരനെ. അവസാനം പ്രസംഗം തീരുന്നതിന് മുമ്പ് അവരെല്ലാം കൂടെ കൂടി കണ്ടായിരുന്നു, എടുത്തിട്ട് പൂശി. അയാൾ അവിടെ പിന്നെ കൈകാര്യം വേണം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഭിന്നതകളൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു സമുദായം എന്ന നിലയിൽ ഒരേ വികാരമുള്ള ആളുകൾ ഈ ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഈഴവ കമ്മ്യൂണിറ്റിയാണ് വാസ്തവത്തിൽ CPM ഏറ്റവും വലിയ ബലം. അന്നും അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ് അല്ലേ? തൊഴിലാളികളും പിന്നെ ഏറ്റവും കൂടുതൽ CPM ബലം എന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയാണ്. നായന്മാരിൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു ഭാഗവും BJP തോന്നുന്നല്ലേ? ഇപ്പം അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് വ്യക്തമായിട്ട് അറിയാം, തിരുവനന്തപുരം ഒക്കെ കോർപ്പറേഷനൊക്കെ വ്യക്തമായിട്ട് അറിയാൻ ചെയ്യാം. നായർ കമ്മ്യൂണിറ്റിയിൽ വലിയൊരു വിഭാഗം BJP ആണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ലീഗ്, UDF, കോൺഗ്രസ്, ലീഗ് എന്നിലേക്ക് മാറി. ഈഴവ കമ്മ്യൂണിറ്റി നല്ലൊരു ഭാഗം CPM ആണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഭൂരിപക്ഷവും UDF ആണ്. ഈ പശ്ചാത്തലത്തിൽ പരമാവധി ഹിന്ദു വോട്ടുകൾ മുസ്ലിം വിരുദ്ധമായി ധ്രുവീകരിച്ച് ഇവിടെ ഒരു ഭിന്നതയുണ്ടാക്കി, ഇവിടെ ഒരു കലഹമുണ്ടാക്കി നേടുക എന്നുള്ള വല്ലാത്ത മാത്രമല്ല, പിണറായി വിജയൻ ഇത് സമുദായത്തിൽപ്പെട്ട ആളാണെന്നുള്ള ചൂണ്ടിക്കാണിക്കാമല്ലോ അവർക്ക്. അതെ, അത് പറയാൻ പറ്റും. മുഖ്യമന്ത്രി വീണ്ടും ആകുമെന്ന് പറയാമല്ലോ. അത്തരത്തിലുള്ള ഒരു വലിയ ധ്രുവീകരണം നടത്തി പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ നാവ് വെള്ളാപ്പള്ളിക്ക് കടം കൊടുത്തിരിക്കും. അതുകൊണ്ടാണ് ഇവർ സംരക്ഷിക്കുന്നത്. വലിയ സമുദായ നേതാവാണ് എന്ന് പറയുന്നില്ലേ? ഇല്ലേ? സാധാരണഗതിയിൽ ആരും കാറിൽ കയറ്റുന്നതുമല്ല. വെള്ളാപ്പള്ളിക്ക് ഇതിനേക്കാൾ വലിയ വില കൂടിയ ബെൻസും ഒക്കെ ഉള്ള ആളാണ്. എന്നിട്ട് ഒരു മുഖ്യമന്ത്രി കാർ കയറി വന്നതിൻ്റെ അതിൻ്റെ ഒരു സൂചനയാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് എന്നുള്ളതിൻ്റെയാണ്. അതല്ലാതെ വെള്ളാപ്പള്ളിക്ക് ഈ കാലം കയറേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനേക്കാൾ നല്ല കാർ സ്വന്തമായിട്ടുള്ളപ്പോൾ മുഖ്യമന്ത്രിയുടെ കാലം കയറി വരിക എന്ന് പറയുന്നത്. എന്തായാലും പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ്, ആ പിണറായി വിജയൻ്റെ നേതാവിനെ അറിയുന്ന തന്ത്രം വേറെ ആർക്കും അറിയത്തില്ല. മുസ്ലിം വോട്ട് നഷ്ടപ്പെട്ടു പൊക്കോട്ടെ, ഇവിടെ ഒരു ഭയം, UDF വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഒരു ഭയം ഉണ്ടാക്കുക. അല്ല, എനിക്ക് വേറൊരു സംശയം എപ്പോഴും തോന്നാറുള്ളത്, ഒരു തമാശ പോലെ തോന്നാറുള്ളത്, സാധാരണ SNDPയിലെ SN ട്രസ്റ്റിൻ്റെ എല്ലാ സ്ഥാപനങ്ങളുടെ പേര് SN ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് തന്നെയായിരിക്കും ഉള്ളത്. പക്ഷേ ഇപ്പം പലയിടത്തും അങ്ങനെയല്ല. വെള്ളാപ്പള്ളി സപ്തതി സ്മാരകം, ഷഷ്ഠപൂർത്തി സ്മാരകം,
എല്ലാം വെള്ളാപ്പള്ളി സ്മാരകമാണ്. വെള്ളാപ്പള്ളി എൻ്റെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സാധനം തന്നെ ഉണ്ട്. അതിപ്പോൾ നടന്ന ആരാന്നറിയോ? വെള്ളാപ്പള്ളി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഗോകുലം ഗോപാല. അത് വലിയ രാഷ്ട്രീയ നീക്കം, പുള്ളി അത് പിടിച്ചെടുത്തു. അല്ല, അത് ഗോകുലം ഗോപാലിനെയൊക്കെ പോലുള്ള ആൾ വന്നിട്ട് പോലും അവർക്ക് വേറെ സമയമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്. അല്ല, സമയമില്ലാത്തതുകൊണ്ട് വെള്ളാപ്പള്ളി ഗോകുലം ഗോപാലൻ പരമാവധി ശ്രമിച്ചു. ഇവരുടെ എല്ലാ അടിസ്ഥാനപരമായ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളാപ്പള്ളിയുടെ ഇച്ഛാശക്തിയെ മറികടക്കാനുള്ള ശേഷി ഇവർക്കില്ല. വെള്ളാപ്പള്ളി കേന്ദ്രത്തിലും കേരളത്തിലൊക്കെ പിടിമുറുക്കിയിരിക്കുകയാണ്. ആ ഗോകുലം ഗോപാലൻ കുറേ ശ്രമിച്ചതാണ്. അപ്പോൾ ഒരുപാട് യുദ്ധത്തിനിറങ്ങിയ ഗോകുലം ഗോപാലിൻ്റെ അടിവേരി മാന്താനുള്ള ശേഷി ഇവർക്കൊക്കെ പറ്റും. ഇപ്പം തന്നെ ഇ ഡി എന്നൊക്കെ ഉണ്ടല്ലോ സംവിധാനങ്ങൾ. അതുകൊണ്ട് അത്ര എളുപ്പമല്ല എന്നതുകൊണ്ടാണ് ആ പരിശ്രമം ഉപേക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം, വെള്ളാപ്പള്ളി നടേശൻ ഒരു കാളകൂട വിഷയമായി നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുക, സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണ്. വർഗീയത പറഞ്ഞും ധാർഷ്ട്യം കാണിച്ചും അതിൽ തല്ലാൻ തുടങ്ങുവാണ് അയാൾ അത്രയും പോലീസ് സന്നാഹവും സംവിധാനമൊക്കെ ഉണ്ടായിട്ട് നോക്കണം. അപ്പോൾ തന്നെ സെക്യൂരിറ്റി കൊണ്ടുപോകുന്നു, എന്നിട്ട് ഇന്ന് വിശദീകരിക്കാൻ ശ്രമിക്കും, വീണ്ടും വർഗീയത. ഗുരുദേവൻ പറഞ്ഞ ഒരു വീണ എറുമ്പിനും വരുത്തരുതെന്നാണ്, അത്രയും നമ്മൾ സൗമ്യമായി ജീവിക്കണമെന്നാണ്. അല്ല, ഗുരുദേവൻ പറഞ്ഞത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് യഥാർത്ഥത്തിൽ പണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞ കള്ള് ചെത്തരുത് കുടിക്കരുത് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. ഞാൻ കള്ള് ചെത്തുമല്ല, ഞാൻ ബാറാണ് നടത്തുന്നതാണ്. ഇതാണ് വെള്ളാപ്പള്ളി. ബാറ് നടത്തുക, കച്ചവടം, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ. എന്നോട് അവിടുത്തെ ഒരു സ്വാമി പറഞ്ഞത്, ഈ ശിവഗിരി, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, വെള്ളാപ്പള്ളി നടേശൻ ഒരു ദിവസം പോലും അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. SN ട്രസ്റ്റും SNDPയും ഒക്കെ കൈവശപ്പെടുത്തിയിട്ട് ഇതിൻ്റെ എല്ലാം പണം ലാഭം ഉണ്ടാക്കിയിട്ട് എന്തായാലും ഇപ്പം ശിവഗിരിയിൽ പോകുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അവിടെ റോളില്ല. ഇല്ല, സ്വാമിമാർക്ക് തന്നെയാണ്. അത് പണ്ട് ഗുരുദേവന്റെ കാലത്ത് അങ്ങനെയാണ്. അത് അതിന്റെ ഭരണഘടന എല്ലാം അനുസരിച്ച് സ്വാമിമാർക്ക് തന്നെയാണ് പരമാധികാരമുള്ളത്. അല്ല SNDP. പലർക്കും അറിയാത്തൊരു കാര്യം, ഈ ശിവഗിരിയിലെ സ്വാമിമാരെ ഈഴവരല്ല എന്നുള്ളതാണ്. ഭൂരിപക്ഷം ഗുരുദേവന്റെ കാലത്ത് അങ്ങനെ തന്നെയാണ്. ഗുരുദേവന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെല്ലാം ഈഴവരായിരുന്നില്ല. ആളുകൾക്ക് അറിയാത്ത കാര്യം, ഗുരുദേവൻ സ്ഥാപിച്ചിരിക്കുന്ന ശിവഗിരി മഠത്തിൽ എല്ലാ ആളുകൾക്കും സ്വാമിയാവാം. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. അത് ഗുരുദേവന്റെ ശിഷ്യനായിട്ട് ഡോക്ടർ ജോൺ ധർമ്മതീർത്ഥർ എന്നൊരാളുണ്ടായിരുന്നു. അതിന്റെ പേരൊരു പള്ളിയുണ്ട് ഈ കരകുളത്ത്. നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുക, ഞാൻ അമലിനെ ഇട്ടിട്ടത്. ഗുരുദേവന്റെ ശിഷ്യനായിരുന്ന ആൾ തന്നെയാണ് ഡോക്ടർ ജോൺ. ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം. ഗുരുദേവനാകുന്ന ഒരു പ്രശ്നമേയല്ല, ഗുരുദേവ ശിഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം ക്രൈസ്തവ ആചാരങ്ങളുണ്ടായിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഡോക്ടർ ജോൺ ധർമ്മതീർത്ഥർ. അതിന്റെ പേരൊരു പള്ളി. അതിലവിടെ വർക്കല തന്നെ ഒരു മുസ്ലിയാർ ഒരു ഗുരുദേവർ വളരെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രായം കൂടിയപ്പോഴും അതിന് വരാൻ ബുദ്ധിമുട്ടെന്ന് ഗുരുദേവൻ പറഞ്ഞു, അല്ല ഇവിടെ മുസ്ലിയാർ ഇങ്ങോട്ട് വന്നോളൂ, ഞാൻ ഇവിടെ പള്ളി വെച്ച് തരാമെന്ന് പറഞ്ഞു. അതാണ് ഗുരുദേവൻ. അങ്ങനത്തെ ഒരാളല്ലേ അദ്ദേഹം. പക്ഷെ ഇതൊന്നും പറഞ്ഞവർക്ക് മനസ്സിലാവത്തില്ല. ഗുരുദേവനെ മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ്. ദൈവദശകം മാത്രം മതി, വേറൊക്കെ പെട്. ദൈവദശകം എന്ന് പറഞ്ഞാൽ ഗുരുദേവന്റെ ആ കവിത മാത്രം നോക്കി. ഇതുപോലെ മതാതീതമായ ആത്മീയതയുള്ള ഒരു ദൈവത്തിന്റെ പേരില്ലല്ലോ, ഒരു ദൈവത്തിന്റെ പേര് എല്ലാം ഉണ്ട് താനും, എല്ലാം ഉണ്ട്. എന്തൊരു മതാതീത ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും അത്ര വിശാലമായ ദൈവത്തെ കാണുന്നു. ഭയങ്കര അസാധാരണം. എന്തായാലും എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ദൈവദശകം പ്രാർത്ഥന. ഞാൻ പഠിച്ചത് ശ്രീനാരായണ ഹൈസ്കൂളാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ഹൈസ്കൂൾ ശ്രീനാരായണ ഹൈസ്കൂളാണ്. അത് പി ചക്രപാണി എന്ന് പറഞ്ഞ പണ്ട് വളരെ വലിയൊരു മഹാനായ കോൺഗ്രസ് നേതാവുണ്ടായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ചാണ് സ്കൂൾ. അവിടുത്തെ പ്രാർത്ഥന എല്ലാ സ്കൂളിലും ആക്കണം. സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും നിർബന്ധമായും ദൈവദശകം. കാരണം അവിടെ മതമില്ലാത്തൊരു പ്രാർത്ഥന കുട്ടികളുടെ മനസ്സിലേക്ക് വേണ്ടതല്ലേ. അതെ. അച്ഛൻ്റെ അമ്മയുള്ള സമയത്ത് കുട്ടിക്കാലത്ത് അമ്മ എന്ന് വൈകുന്നേരത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവമേ കാത്തുകൊള്ളുകയാണ് പറയാറ്. അപ്പോൾ ഞാൻ അനിയത്തി അപ്പുറം ഇരിക്കുന്നതിന് ഇപ്പോഴും നല്ല ഓർമ്മ. മതാതീത ആത്മീയതയുടെ ഒരു സന്ദേശം. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഈഴവ സമുദായത്തെ നശിപ്പിക്കാനും കേരളീയ സമൂഹത്തെ ഭിന്നിപ്പിക്കാനും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യരൂപമാണ്. എത്ര കാലം അദ്ദേഹം ഇങ്ങനെ ഈ നാടിനെ ഒറ്റുകൊടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന അറിയില്ല. എന്തായാലും ദൈവം എത്രയും വേഗം കേരളത്തെ ഈ ദുർഭൂതത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.